റിസോർട്ടിൽ പോകുന്നില്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ. ഞാൻ ഗിരിയെ വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ വാശി തന്നെയാ. അവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ എല്ലാവർക്കും അവരവരുടെ ഭാഗം. നീലിന്റെ ഭാഗം, ഗിരിക്ക് ഗിരിയുടെ ഭാഗം. നമുക്ക് മാത്രം നമ്മുടെ ഭാഗം പറയാനുള്ള അവകാശമില്ല. നീല് വരുന്നുണ്ട്. തൃപ്തിയായല്ലോ അല്ലേ? സ്വന്തം അനിയനെ പോലെ ഇവിടെ കഴിഞ്ഞവനെ ഇവിടെ ഇറക്കി വിട്ടപ്പോ സമാധാനമായല്ലോ നിനക്ക്? ഇറക്കി വിട്ടുന്നു? ആരെ? ഓ, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അതെങ്ങനെയാ? ഇന്നലെ രാത്രി ബോധം എന്ന് പറയുന്ന ഒരു സാധനം നിനക്കില്ലായിരുന്നല്ലോ. ഗിരിയുടെ കാര്യം പറയുന്നത്. ഇന്നലെ നിങ്ങൾ തമ്മില് ചെറുതായി ഒന്ന് രണ്ടും പറഞ്ഞു തെറ്റി. നീലഗിരിയോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. അവൻ പോയി. അങ്ങനെ സംഭവിച്ചു? ഞാൻ ഇന്നലെ... ഇനിയിപ്പോ അഥവാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതേടാ, നീ അങ്ങനെ പറയൂ. നിനക്കിപ്പോ നിന്റെ വാശിയാണല്ലോ വലുത്. എല്ലാവരും കൂടെ രാവിലെ തന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. ഒരാളിവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അങ്ങോട്ടായിക്കോ. നീ എന്നോടും ദേഷ്യപ്പെടാൻ തുടങ്ങിയോ? മാലതി, വേണ്ട. നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് സംസാരിക്കാൻ നിന്നാലുണ്ടല്ലോ നമ്മൾ മോശക്കാരാവും. ഏട്ടൻ വിളിച്ച ഗിരി തിരിച്ചു വരും. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? പിണങ്ങിപ്പോയവരെ കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരലല്ല എന്റെ ജോലി. അങ്ങനെ പറയരുത്. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? നീ നിന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഭരിക്കാൻ വന്നോണ്ടല്ലോ. അല്ല പിന്നെ. നീല് വാ, ചായ തരാം. നിങ്ങൾ വിഷമിക്കണ്ട, ഗിരി തിരിച്ചു വരും. തോന്നുന്നില്ല മോളെ, അവൻ വാശിയില്ല. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ ഓർക്കുമ്പോഴാ. എന്ന് ആര് പറഞ്ഞു? എല്ലാത്തിന്റെയും കാരണക്കാരും ഞങ്ങളാ. ഞങ്ങളുടെ മകനെ ശരിക്കും വളർത്തിയില്ല. അവന്റെ സകല ഇഷ്ടങ്ങളും നടത്തിക്കൊടുത്ത് കൂടെ നിന്നു. അതിനുള്ള തിരിച്ചടിയായി കിട്ടുന്നത്. ഒരിക്കലും വേറൊരു വയറ്റിൽ നിന്ന് ജനിച്ചതെന്ന് വിചാരിച്ചിട്ടില്ല. എന്റെ തന്നെ മോൻ. അങ്ങനെ കരുതിയിട്ടുള്ളൂ. അവനെ ഇപ്പൊ പുറത്ത്. എങ്ങനെ സഹിക്കും മോളെ ഞാനിത്? അമ്മ വിഷമിക്കണ്ട, ഗിരി തിരിച്ചു വരും. ഞാൻ കൊണ്ടുവരും. നീ വിളിച്ചവൻ വരുമോ? അറിയില്ല, പക്ഷെ ഞാൻ വിളിക്കാം. എനിക്ക് ഏട്ടത്തിയുടെ സ്ഥാനം തന്നിട്ടുണ്ടല്ലോ ഗിരി. നോക്കാം എന്നെ ഗിരി അനുസരിക്കുമെന്ന്. കാര്യങ്ങൾ ഇത്രത്തോളായി സ്ഥിതിക്ക് ഇനി ഒരു തീരുമാനം ഉണ്ടായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹിക്കുന്ന നിനക്കൊരു പരിധിയില്ല. ഇങ്ങനെ പീഡിപ്പിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാവും നിന്നെ കല്യാണം കഴിച്ചത്? നടന്നത് നടന്നു. പ്രശ്നം വഷളാക്കുകയല്ല, പരിഹരിക്കാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ബന്ധം മുറിഞ്ഞ അവന് ഒന്നുമില്ല. അവന് വേറെ പെണ്ണ് കിട്ടും. പക്ഷെ ഇവളുടെ കാര്യം അങ്ങനെയാണോ? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സൗമ്യതയോടെ വേണം ഇത് പരിഹരിക്കാൻ. നിങ്ങൾക്ക് പേടിയാണെന്ന് പറ. അവിടുന്ന് ഇവളെ ഇറങ്ങിപ്പോന്ന ഇവളെ നോക്കേണ്ടി വരും എന്നുള്ള പേടിയാണ് നിങ്ങക്ക്. പക്ഷേ ആ ചിന്തയൊന്നും എനിക്കില്ല. ഏയ്, ആ വീട്ടിലെ താമസം നീ അങ്ങ് മതിയാക്കി. എന്നിട്ട് നീ പോയി പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് വാ. ഇവിടുന്നാരും നിന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല. എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. എന്നെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. രാഹുലേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരാനൊന്നും പോകുന്നില്ല. അവര് പറഞ്ഞു വിടാനും പോകുന്നില്ല. എനിക്കവിടെ ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ആ ജോലി തീർന്ന പിന്നെ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ പിന്നെ നീ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്?
കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞതാ ഇതിലെന്തോ ചതിയുണ്ടെന്ന്. അന്നാരും കേട്ടില്ല, നീ പോലും. തലവര മായ്ക്കാൻ പറ്റുമോ? എനിക്ക് വിധിച്ചിട്ടുള്ളത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. എടി, എത്ര കാലം അനുഭവിക്കും? ഏറിയാൽ 1 വർഷം, അതാ കണക്ക്. അത് കഴിഞ്ഞോ? ഇല്ല, കഴിയില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഈ 1 വർഷത്തിന്റെ കണക്ക്? എന്റെ സമയദോഷം അത്രയും കാലം ഉണ്ട്. നാരായൺജിയാ പറഞ്ഞത്. അല്ല, പറഞ്ഞത് വേദയാ. നാരായൺജി അത് തിരുത്തി പറഞ്ഞു. ജ്യോതിഷ കാര്യങ്ങള് നാരായൺജി പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്. വേദയ്ക്ക് എന്തറിയാം? അതെ അതെ, ഈ 1 വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന തീരും. അതെ, തീരും. പെട്ടെന്ന് തീരണമെന്ന് തന്നെ എനിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സംസാരിച്ച ആ ദേഷ്യം കൂടി അയാൾ തീർക്കാൻ പോകുന്നത് നിന്നോടായിരിക്കും. ഒന്നും വേണ്ട. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് വന്നു, പറഞ്ഞു. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ അത് ഞാൻ തന്നെ തീർത്തോളാം. പണ്ട് നീ ഇവിടെ വരുമ്പോ ജോലി എടുപ്പിക്കാറ പതിവ്. ഇന്ന് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ, ഊണ് കഴിച്ചിട്ട് പോവാം മോളെ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങുക. പോയിട്ട് അത്യാവശ്യമുണ്ട്. അവിടെ എല്ലാവരും എന്നെ തിരക്കും. ഇന്നലെ രാത്രി ഗിരി എവിടെയാ താമസിച്ചേ? എവിടെയെങ്കിലും താമസിച്ചല്ലേ പറ്റൂ. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഗിരിയോട്? തെറ്റ് ചെയ്തത് ഞാനാ. അച്ഛൻ മരിച്ചപ്പോ ആ വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ലായിരുന്നു. കഷ്ടപ്പെടുമായിരുന്നു. എങ്കിലും ഇങ്ങനൊരു അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് വെറുതെയാ. നമ്മൾ ആരുടെങ്കിലുമൊക്കെ ഔദാര്യം പറ്റിയാൽ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. അത് ആരായാലും പറയേണ്ടി വരും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നലെ ഏട്ടൻ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ബോധമില്ലായിരുന്നു. നീല ന്യായീകരിക്കുകയാണോ ഏട്ടത്തി? ഓ, ഏട്ടത്തി അവന്റെ ഭാര്യയാണല്ലോ അല്ലേ? അപ്പോ ന്യായീകരിച്ചല്ലേ പറ്റൂ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ വന്നത് ഗിരിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. ആ വീട്ടിലേക്കോ? ഞാനോ? ഇല്ല ഏട്ടത്തി, അത് നടക്കില്ല. തിരിച്ചു വന്നാ ഇനി അവന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. എന്തിനാ അത്? ഞാനെന്തിനാ അവനെയൊക്കെ സഹിക്കുന്നത്? മാത്രമല്ല, ആ വീട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യം എനിക്കിപ്പോ തോന്നുന്നില്ല. ഏട്ടത്തിയോട് അവൻ പെരുമാറുന്ന കാണുമ്പോ സ്വന്തം ഭാര്യയാണെന്ന പരിഗണനയൊന്നും തരണ്ട. ഒരു മനുഷ്യജീവനല്ലേ, ആ കാരുണ്യെങ്കിലും കാണിച്ചൂടെ? ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ ഗിരി. എന്റെ വിധി ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. ആയിക്കോ, ആരെന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പറയരുത്. തിരിച്ചു കൊണ്ടു ചെല്ലാന്ന് വാക്കു പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അവിടെ എല്ലാരും വലിയ വിഷമത്തിലാ. നീലും? അതെ. എന്തിനാ ഏട്ടത്തി നുണ പറയുന്നത്? ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ നീലിനെ. ആയിരിക്കാം. പക്ഷെ ആ മനസ്സ് ശരിക്കും സങ്കടപ്പെടുന്നുണ്ട്. ഏട്ടൻ മാത്രല്ല, എല്ലാവരും. ഏറ്റവും ദുഃഖം എനിക്കാ. എന്റെ അനിയനാ ഗിരി. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഒരു സഹോദരി എങ്ങനെ അത് സഹിക്കും? ഗൗരി സഹിക്കുന്നതോ? ഗൗരിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കാരണം ആ കുടുംബം തകരരുത്. ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ഇനിയും ജീവിക്കണം സന്തോഷത്തോടെ. ഞാനവിടെ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, ആർക്കാ എന്താ സംഭവിച്ചു കൂടാത്തത്? പക്ഷേ നിങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവണം. അപേക്ഷയോ? പറ്റില്ല എന്ന് പറയരുത്. ഏട്ടൻ കാരണം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാം മറന്ന് ഗിരി നീ തിരിച്ചു വരണം. വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം. കാണണമെന്ന് പറഞ്ഞ ഏട്ടത്തി വിളിച്ചപ്പോഴേ ഞാൻ ഈ അപകടം മണത്തിരുന്നു.
ഞാൻ തോറ്റുപോകുന്നത് എവിടെയാണെന്നറിയോ? ഏട്ടത്തി ഇപ്പൊ കാണിച്ചില്ലേ, അതുപോലെയുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തിന് മുമ്പിലാ. നമ്മൾ തമ്മിൽ കാണാതിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ചു വരാം. പിന്നൊരു കാര്യം, ഞാൻ വരുന്നത് അത് അവനെ ഓർത്തിട്ടൊന്നുമല്ല, ഏട്ടത്തെ ഓർത്തിട്ടാ. ഏട്ടത്തെ ഓർത്തിട്ട് മാത്രമാ. എന്ന് വെച്ച് ഇന്നലെ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനാ നീലിന്റെ പ്ലാനെങ്കിൽ പിന്നെ ഈ ഗിരി ആ വീട്ടിലുണ്ടാവില്ല. ആര് നിർബന്ധിച്ചാലും ഇറങ്ങും, എന്നേക്കുമായി. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. ശരി, ഏട്ടത്തി പൊയ്ക്കോ, ഞാൻ എത്തിക്കോളാം. അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ, ഞാൻ അറിഞ്ഞു. അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞു. ഗിരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ആ വീട്ടിൽ അടി തുടങ്ങിയെന്ന് ചുരുക്കം. അമ്മയ്ക്കറിയാലോ എങ്ങനെ കഴിഞ്ഞിരുന്നവരാ നീലും ഗിരിയെന്ന്. അവര് തമ്മിൽ വഴക്കുണ്ടാവണമെങ്കിൽ, അതും സ്വാതിയെ ചൊല്ലി ഉണ്ടാവണമെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഗിരി, അടുത്ത ഊഴ സ്വാതിയുടേതായിരിക്കും. അവളെ പട്ട് പുതപ്പിച്ചായിരിക്കും പുറത്തിറക്കുന്നതെന്ന് മാത്രം. ഒരു വീടാവുമ്പോ വഴക്കും ഇറങ്ങിപ്പോക്കും ഒക്കെ ഉണ്ടാവും. അത് 1-2 ദിവസം കഴിയുമ്പോ അങ്ങ് മാറും. അമ്മ എന്ന് മുതൽ തുടങ്ങി അവൾക്ക് വക്കാലത്ത് പറയാൻ? ഞാനൊരു പൊതു തത്വം പറഞ്ഞതാ. എന്നാൽ ഇത് അങ്ങനെയല്ല. ഞാൻ ചെറിയച്ഛനോട് ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഞാൻ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നെ. ഗിരിയോട് ഇറങ്ങി പോവാൻ നീല് പറയായിരുന്നു, അതും കുടിച്ചിട്ട്. കല്യാണം കഴിഞ്ഞ് 1 മാസം ആയപ്പോഴേക്കും കൂടി തുടങ്ങിയെന്നർത്ഥം. അപ്പൊ ആകെ പ്രശ്നങ്ങളാണല്ലോ. എന്താ സംശയം? ഊമിത്തീയിൽ കിടന്ന് നീറുന്ന അനുഭവമല്ലേ സ്വാതിക്ക്? തൊട്ടേനും തൊടുന്നതിനും മുഴുവനും വഴക്ക്. ഇവിടെ വന്നപ്പോ നമ്മളത് നേരിട്ട് കണ്ടതല്ലേ. പക്ഷേ ആ അമ്മയും അച്ഛനും ഇപ്പോഴും അവളുടെ ഒപ്പം. അതാണ് അവളുടെ ബലം. അതൊരു ചെറിയ ബലമൊന്നും അല്ല. അല്ല, പക്ഷെ അതും പോവും അമ്മേ. എത്രയൊക്കെ വന്നാലും സ്വന്തം മക്കളെ തള്ളി പറയാൻ അച്ഛനമ്മമാർക്ക് പറ്റുമോ? കൂടുമ്പോ അവരങ്ങ് കൂടും. പക്ഷെ ഇവള് പുറത്താവുകയും ചെയ്യും. പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോ അവള് വല്ല ആത്മഹത്യയും ചെയ്യും. അങ്ങനെ ആയിരിക്കും ആ തടിച്ചിട്ട് അന്ത്യം. അതെ, നീയായിട്ട് ശപിക്കാനൊന്നും പോവണ്ട. നിനക്കും ഒരു ജീവിതം ഉണ്ടാവാനുള്ളതാ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അമ്മ എന്നോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് ഞാൻ പറയാം. നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുടെ നാശം കാണുമ്പോ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം. എന്റെ ശത്രു സ്വാതിയ. അവൾക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടിയും എന്നെ സന്തോഷിപ്പിക്കും. അവളെ കുറിച്ചുള്ള അവസാന വാർത്ത അത് കേൾക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ജീവിക്കുന്നത് പോലും. അതിനി അധികം താമസമൊന്നും വേണ്ട. ഒരു കറുത്ത നിറമുള്ള ചുരിദാർ വാങ്ങണം അന്നിടാൻ. അതിനുള്ള കാശ് അമ്മ തരേണ്ടി വരും. അമ്മയുടെ ജോലി നടക്കട്ടെ. അടുത്ത ന്യൂസ് കിട്ടുമ്പോ ഞാൻ അറിയിക്കാം. പോട്ടെ. സോറി വലിച്ച. സന്തോഷായി. നീ തിരിച്ചു വന്നല്ലോ, അത് മതി. ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെട്ടതല്ല, ഏട്ടത്തി വന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ. ഓ, ഇന്നലെ വല്യച്ഛൻ പറഞ്ഞു, വല്യമ്മ പറഞ്ഞു, എന്നിട്ട് നീ കേട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ അവള് വന്ന് പറഞ്ഞപ്പോ നീ അനുസരിച്ചു. ഇതൊക്കെ ഒരു നാടകമല്ലേ നീലേ, നമ്മുടെ കണ്ണി പൊടിയിടാൻ. ഇപ്പൊ നമ്മളെക്കാളൊക്കെ വലുതാ ഗിരിക്ക് സ്വാതി. അതെ, വലുതാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഏട്ടത്തി ഈ വീടിനും ഇവിടെയുള്ള ആളുകൾക്കും വേണ്ടിയാ ജീവിക്കുന്നേ. അത് തന്നെയാ. അതെന്താ? ഞങ്ങളൊന്നും അങ്ങനെയല്ലേ. അല്ല, നീ ഒട്ടുമല്ല.
നിനക്ക് നീലിനെയും ഏട്ടത്തെയും തമ്മിൽ തെറ്റിക്കുന്നതിലാ ശ്രദ്ധ. പിന്നെ എല്ലാം എന്റെ തെറ്റല്ലേ? നീ നിന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്തോ, അതറിയാവുന്നതല്ലേ പാടൂ. പക്ഷെ ഏട്ടത്തി ഉണ്ടല്ലോ, ഇത്രയും കാലത്തെ പരിചയം വെച്ച് ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടത്തി ഈ വീടിന്റെ വിളക്കാകും. നീ ഉൾപ്പെടെ ഉള്ളവരുടെ ഇരുട്ട് നിറഞ്ഞ മനസ്സിലെ പ്രകാശം പരത്തുന്ന വിളക്ക്. ഒരു ചെറിയ കാറ്റ് മതി ആ വിളക്കങ്ങ് കെടാൻ. വിളക്ക് കെടാൻ അത് മതി, പക്ഷെ ഇത് കെടില്ല. കാരണം ഇത് കെടാ വിളക്കാ, ഒരിക്കലും കെടാത്ത വിളക്ക്. എനിക്ക് വേണമെങ്കിൽ നിന്നോട് മിണ്ടാതിരിക്കാം, പക കൊണ്ട് നടക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ചെയ്താ പിന്നെ അങ്ങനെ ചെയ്യുന്നവരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ എനിക്ക് ഈ വീടാ വലുത്, ഇവിടെ ഉള്ളവരും. അവർക്ക് വേണ്ടി ഞാനിവിടെ ഉണ്ടാകും, നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. ഏട്ടന് ഇഷ്ടമൊക്കെ തന്നെയോ? കണ്ടോ ഈ നയം കണ്ടോ? വീട്ടുകാരെ തരം കിട്ടിയ തമ്മി തെറ്റിക്കാൻ നടക്കുന്ന ഇവളെ പോലെ ഉള്ളവരിൽ നിന്ന് ഏട്ടത്തി വേറിട്ട് നിൽക്കുന്നത് ഈ നയം കൊണ്ടാ. ഇതിന്റെ പേരാ നീലെ സംസ്കാരം. ശരിക്കും നീ ഭാഗ്യം ചെയ്തവനാടാ. അതുകൊണ്ടാ ഏട്ടത്തിയെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയത്. ഇപ്പൊ നിനക്കത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ എന്നെങ്കിലും നീ അത് കാണും. കാലം നിന്നെ കൊണ്ടത് ചെയ്യിക്കും. ആ ഒരു ദിവസത്തിന് സാക്ഷിയാകാൻ വേണ്ടിട്ടാ ഞാൻ തിരിച്ചു വന്നത്, അതിനു വേണ്ടി മാത്രം. അവനങ്ങനെ പലതും പറയും. അവള് ഗിരി കയ്യിലെടുത്ത് കഴിഞ്ഞു. വല്യച്ഛൻ, വല്യമ്മ, പിന്നെ ആ ജോലിക്കാരി, ഇവരെല്ലാം ഇപ്പൊ അവളുടെ പക്ഷത്താ. സൂത്രക്കാരിയാ. ഈ സൂത്രത്തില് അവൻ പറഞ്ഞ നയത്തില് നീലം വീണു പോകുന്നു മാത്രമേ എനിക്കിപ്പോ സംശയമുള്ളൂ. ഒരിക്കലുമില്ല. അവനെന്നല്ല, ആര് ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് തിരുത്താൻ നോക്കിയാലും ഞാൻ മാറില്ല, ഒരിക്കലും മാറില്ല. മതി, ഇത് കേട്ടാ മതി. ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട് നിന്റെ കൂടെ. വേറെ ആര് പോയാലും ഞാനെപ്പോഴും കൂടെ തന്നെ കാണും. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവൾ ആ വീട് ഭരിക്കാൻ തുടങ്ങുമല്ലോ. അത് തന്നെ ഇപ്പൊ എന്റെയും പേടി. വല്യച്ഛനും വല്യമ്മയ്ക്കും സ്വാതി എന്ന് പറഞ്ഞ ജീവനല്ലേ. ഇറങ്ങിപ്പോയ ഗിരി തിരിച്ചു വന്നതോടെ അത് കൂടി. അപകടമാണ്. കാര്യങ്ങൾ ഈ നിലയ്ക്കാണ് പുരോഗമിക്കുന്നതെങ്കിൽ അധികകാലം എനിക്ക് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഇപ്പൊ തന്നെ ഞാൻ അവിടെ എല്ലാവരുടെ കണ്ണിലും കരടാ. പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഞാനാണെന്നാ ഗിരിയടക്കം അവിടെ എല്ലാരും വിശ്വസിക്കുന്നത്. ആ, അവരെയും തെറ്റു പറയാൻ പറ്റില്ല, സത്യതാണല്ലോ. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, നീലും വേദയും തമ്മിൽ ഒന്നിക്കണം. അത് നടക്കുമോ? നടക്കും. അതിനേക തടസ്സം അവളാ, ആ തടിച്ചി. അവളെ എങ്ങനെയെങ്കിലും തകർക്കാൻ പറ്റണം. അതിനുള്ള വഴിയാ ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്ത് വഴി ആലോചിച്ചാലും അതിലൊക്കെ ജയ അവൾക്ക് തന്നെയാണല്ലോ. ഉറക്ക ഗുളിക പദ്ധതി അവള് പൊളിച്ചില്ലേ? അതുകൊണ്ട് എന്താ കാര്യം? അവള് നിലത്തും നീല കട്ടിലിന്റെ മുകളിലല്ലേ കിടക്കുന്നത്. പിന്നെ ടൂറ് പ്രോഗ്രാം നമ്മൾ തകർത്തില്ലേ? ചെയ്തത് നമ്മളാണെന്ന് അവളെ തെളിയിക്കുകയും ചെയ്തില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? മന്ദബുദ്ധികളായ ഗുണ്ടകളെ അവൾ അടിച്ചു വീഴ്ത്തുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കണം. ശക്തി കൊണ്ട് അവളെ തോൽപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരവാ. വേദ പേടിക്കണ്ട, ഏതെങ്കിലും ഒരു അവസരം ഒത്തുവരും. അന്ന് അവള് വീഴുകയും ചെയ്യും. ആ അവസരം എന്നാ വരാൻ പോകുന്നത്? അതിനുവേണ്ടി അനന്തമായിട്ട് കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ജയിച്ചു നിൽക്കുന്നത് അവള് തന്നെയാ. നീലും ഗൗരി, നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പൊ അവളുടെ പക്ഷത്താ. അതാണ് അവളുടെ ബലം. അത് തകർന്നാലേ നമുക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി തന്നെയാ ഞാനും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരി ശ്രമിക്കുന്നില്ല എന്നല്ല, പക്ഷേ ആ ശ്രമങ്ങളൊന്നും പോരാ. എന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്,
അത് പ്രയോഗിച്ചാ അവള് വീഴും. എന്തായത്? കഴിഞ്ഞ ദിവസം 1 ഗ്രാം തങ്കം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു ജ്വല്ലറിയില് ദേവപ്രിയയുടെ അമ്മ ചെന്നിരുന്നു കുറെ ആഭരണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാൻ. ആ കടയിലെ അക്കൗണ്ട്സ് ഞാനാ നോക്കാറ്. അങ്ങനെ നോക്കിയപ്പോഴാ ദേവപ്രിയയുടെ അമ്മയുടെ പേര് കണ്ടത്. സ്വാതിയുടെ സ്വർണം നീലറിയാതെ ദേവപ്രിയയ്ക്ക് എടുത്തു കൊടുത്തതിനെ പറ്റി ഗൗരി എന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ, രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോ ദേവപ്രിയയുടെ അമ്മയുടെ ആ നീക്കത്തിന് പിന്നിൽ ഒരു കളിയില്ലേന്നൊരു തോന്നൽ. കൊണ്ടുപോയത് നല്ല സ്വർണം ആയിരുന്നെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ വേദ പറയുന്നത്? അതെ. അല്ലെങ്കിൽ എന്തിനാ ഒരാള് ഒരേപോലുള്ള ആഭരണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വാങ്ങുന്നത്?